ഓക്കെ, നമ്മൾ നേരെ പോകുന്നു എറണാകുളം തൊട്ടടുത്തേക്ക് ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. വീണ്ടും നമ്മൾ അങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ ആ വലിയ ഉത്സവ ദിനത്തിൽ വോട്ടെണ്ണൽ കാത്തിരിക്കുന്നു. മണിക്കൂറുകളൊന്നും പറയാനില്ല, ഇനി 1.5 മണിക്കൂർ പോലും ഇല്ല അല്ലെ, മിനിറ്റുകൾ എണ്ണിയിരിക്കുക ഇനി. അപ്പോൾ എന്താണ്, ആലപ്പുഴയിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടന്നതാണ്. കനൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ 2019. അത് ആലപ്പുഴയിലായിരുന്നു. ആ കനലിന്റെ തരി അത് ഇന്ന് ആളിക്കത്തുമോ എന്താകുമെന്നൊക്കെ കാത്തിരിക്കാം. എന്താണെങ്കിലും എന്താണ് അവിടുത്തെ ആലപ്പുഴയിലെ വിശേഷം ശരണ്യ? ാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് LDF-നാണെങ്കിലും UDF-നാണെങ്കിലും NDA-ക്കാണെങ്കിലും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഒരുപക്ഷെ ആദ്യം തന്നെ നമുക്ക് പറയാം, ഒരു 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന് ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പിനെ പറയാം. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയായിരുന്നു. കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് രാജ്യത്തിന് തന്നെ ഒരു ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരിടമായി KC വേണുഗോപാൽ UDF-നെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം. ഒപ്പം തന്നെ നമുക്ക് LDF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനലൊരു തരി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന അത്തരത്തിൽ LDF-ന് അഭിമാന പോരാട്ടമായി നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. അതിൽ ശോഭാ സുരേന്ദ്രന്റെ വരവോടുകൂടി കൃത്യമായൊരു മത്സരത്തിലേക്ക് പോകുന്നു. പലയിടങ്ങളിലും എങ്ങനെയാണ് മത്സര ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ള ഒരു ആവേശം, പ്രത്യേകിച്ച് പലയിടങ്ങളും പ്രവചനാതീതമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. എങ്കിൽ പോലും ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു UDF അനുകൂല മണ്ഡലങ്ങളിൽ ഒന്നാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എന്ന് തന്നെ പറയാം. അതിൽ ഇത്തവണത്തെ ഒരു മത്സരം സംബന്ധിച്ചിടത്തോളം എല്ലാവരും അതികഠിനമായി അവരുടെ ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുത്തൊരു ഇടം കൂടിയാണ്. കാരണം ആർക്കും തോൽവി എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനായ സെന്റ് ജോസഫ് സ്കൂളിന്റെ മുൻഭാഗത്താണ്. രാവിലെ മുതൽ തന്നെ അകത്തേക്ക് കയറേണ്ട ആളുകൾ എത്തിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ